കൊല്ലം കരുനാഗപ്പള്ളി അഴീക്കലിൽ കടൽ ഭാഗത്ത് എണ്ണ ബാരൽ കരക്കടിഞ്ഞു. കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് ഒഴുകിയെത്തിയതാണ് എന്നാണ് സംശയം. ഓച്ചിറ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. സുജിത്, എന്താണ് ഈ ബാരലെത്തിയതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്? പോലീസിനോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സുജിത്? റിജിത്ത്, അഴീക്കൽ ആവണി ജംഗ്ഷന് സമീപത്താണ് ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിലൊരു ബാരൽ കരക്കടിഞ്ഞത്. 208 ലിറ്റർ സംഭരണ ശേഷിയുള്ള ഓയിൽ നിറച്ചെത്തിയ ഒരു ബാരലാണെന്നാണ് കരുതുന്നത്. ഇത് MT ആണ്, ഇതിനകത്തൊന്നും ഇല്ല, ശൂന്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഓച്ചിറ പോലീസ് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഓച്ചിറ പോലീസ് സ്ഥലത്തെത്തി. അതിനുശേഷം ഈ കടലിൽ കാണപ്പെട്ട ഈ കണ്ടെയ്നറുകളൊക്കെ തന്നെ നീക്കം ചെയ്യുന്ന ഗുജറാത്ത് ആസ്ഥാനമായ ഒരു കമ്പനിക്കാണ് കരാർ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി കൂടുതൽ പരിശോധനയൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവരിവിടേക്ക് എത്തി പരിശോധന നടത്തിയതിനു ശേഷമാകും ഈ ബാരൽ കൊല്ലം പോർട്ടിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് ഇത്തരത്തിൽ കടലിൽ മുങ്ങിയ കപ്പൽ, കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട ആ കപ്പലിൽ നിന്നും പുറത്തു വീണ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന ബാരലാണെന്നാണ് സംശയിക്കുന്നത്. റിജി, ശരി, സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി മുങ്ങിയ ആ കപ്പലുകളിൽ നിന്നുള്ള വസ്തുക്കൾ തീരത്തടിയാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അസ്വാഭാവികമായി എന്തെങ്കിലും കാണുകയാണെങ്കിൽ അറിയിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു ആശങ്കയുടെ ഒരു ഘട്ടമൊന്നുമല്ല, ആശങ്കയ്ക്ക് ഉള്ള കാര്യമൊന്നും ഇപ്പോഴില്ല. അതിൻ്റെ പരിശോധന അവിടെയുള്ള പോലീസും മറ്റ് സംവിധാനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുകയായിരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്.